എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലാൽജിവാല, രാഹുൽ ഈ രണ്ട് ബ്രാൻഡിൽ വരുന്ന നല്ല വൈറ്റ് ഗോൾഡിൻ്റെ നല്ല പൊളപ്പൻ ഡിസൈൻസാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. വെച്ച് കഴിഞ്ഞാൽ ടോപ്പൊക്കെ ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും എന്താ പറയുക, വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനുകളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി നമ്മുടെ ഷോപ്പ് ലൊക്കേഷനും കാര്യങ്ങളും ഒന്നുകൂടെ പറയുവാണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് മൂവാറ്റുപുഴയാണ്. നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നമ്മുടെ വർക്കിംഗ് ടൈമായ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ എന്നുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് വന്ന് പർച്ചേസ് ചെയ്യാം. ദൂരെ നിന്നുള്ളവരെ ഒന്ന് വിളിച്ചിട്ട് വരിക. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വന്നത് വെറുതെ ആവും. അതുകൊണ്ടാണെന്ന് വിളിച്ചിട്ട് വരാൻ നമ്മൾ പറയുന്നത്. ഈ കാണിക്കുന്നതെല്ലാം 290 കട്ടിൽ വന്ന മെറ്റീരിയൽസാണ് കേട്ടോ. 290 കട്ടെന്ന് പറഞ്ഞാൽ 3 മീറ്ററിന് യൂഷ്വലി എല്ലാവരും പറയുന്ന ഐറ്റം ആണ്. ഇതിപ്പോൾ ഏകദേശം 295, 96 ഉണ്ടാവാറുണ്ട് മെറ്റീരിയൽ. 290 എന്നുള്ളത് നമ്മൾ പറയുന്നു. നമ്മുടെ ഇത് കമ്പനിയിൽ നിന്ന് പറയുന്നത് 290 എന്നാണ്. അതുകൊണ്ടാണ് നമ്മളത് 290 തന്നെ പറഞ്ഞു പോകുന്നത്. 3 മീറ്റർ മെറ്റീരിയൽ എന്തായാലും ഉണ്ടാവില്ല ഇത്. ഈ മെറ്റീരിയൽ കൂടാതെ തന്നെ നമുക്ക് അജ്രക്കിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, 320 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെ മെറ്റീരിയൽ വേണ്ടവർ നമ്മുടെ അടുത്ത് വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം. റീറ്റെയിലായിട്ട് നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. റീറ്റെയിലായിട്ട് വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. 5% GST ചാർജ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയലിനാണ് കേട്ടോ 5% GST ചാർജ് ആവുന്നത്. അപ്പം GST ഉൾപ്പെടെ ഏകദേശം മെറ്റീരിയലിന് 150 രൂപയുടെ അടുത്തേക്ക് വരും. എല്ലാ മെയിൻ ബ്രാൻഡുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. രാഹുൽ ടെക്സോപ്പറിൻ്റെ അൻമോളാണ് കേട്ടോ രാഹുലിൻ്റെ, അല്ലാണ്ട് രാഹുൽ പ്രൊഡക്റ്റ് അല്ല. പിന്നെ വർദ്ധമാൻ, ലാൽജിവാല, മഹാവീർ, അങ്ങനെ എല്ലാ ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് തന്നെയാണ്. പിന്നെ ഓരോ ഡിസൈൻസ് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ എടുക്കാറ്. ഇപ്പോൾ നല്ല ഡിസൈൻ ഏത് കമ്പനിയിൽ വരുന്നത് നമ്മൾ എടുക്കും. യൂഷ്വലി ഇപ്പോൾ പ്രോഷ്യൻ പ്രിൻറ്റിന് അങ്ങനെ വലിയ താല്പര്യമുള്ളവരില്ല. അത് കാരണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറ്റ് ഗോൾഡിൻ്റെ പ്രിൻറ്റ് നമ്മൾ എടുത്തു പോകുന്നത്. പിന്നെ ഇത് റീറ്റെയിലിൽ വന്നിട്ട് 220 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഓവർ ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ ഒരു പീസായിട്ട് നിങ്ങൾക്ക് റീറ്റെയിലിൽ ഓർഡർ ചെയ്യാം. ഈ ഒരു പീസ് എടുത്താലും നിങ്ങൾക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ്. ഫ്രീ ഷിപ്പിംഗ് റീറ്റെയിലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹോൾസെയിലാകുമ്പോൾ നമുക്ക് 10 പീസിന് മുതലാണ് നമ്മൾ അയക്കുന്നത്. മിനിമം ക്വാണ്ടിറ്റി 10 പീസാണ്. അപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പീസ് ഇപ്പോൾ കൊറിയറിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് വരുള്ളൂ. അത് 11 പീസ് എടുത്താലും 100 രൂപയാണ് വരുള്ളൂ. പിന്നെ ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ 140 രൂപ വരും. പിന്നെ പാഴ്സൽ സർവീസ് വഴി നമ്മൾ അയക്കുമ്പോൾ മിനിമം ഒരു 40 പീസെങ്കിലും എടുത്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് പാഴ്സൽ സർവീസ് വഴി അയക്കാൻ പറ്റുള്ളൂ. പിന്നെ പാഴ്സൽ സർവീസിൻ്റെ ചാർജ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ബൈ ഒക്കെ ആണെങ്കിൽ ഒരു 160 രൂപ. പിന്നെ കേരളത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും 190 രൂപയൊക്കെയാണ് ആവുള്ളൂ. പെർ പാക്കേജ് അനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു റേറ്റിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 150 പീസ് വരെയൊക്കെ എടുക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതാണ് വന്നത്. ഒറ്റ റേറ്റ്, ഫ്ലാറ്റ് റേറ്റാണ് പാഴ്സലിന് വന്നത്. നമ്മളെപ്പോഴും പറയുന്നത് പാഴ്സലിൽ തന്നെ എടുക്കാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ എടുക്കുവാണെങ്കിൽ നമുക്ക് റേറ്റിൽ വളരെ കുറവുണ്ട്, നിങ്ങൾക്കുള്ള കോസ്റ്റിങ് കുറവായിരിക്കും. അല്ല പാഴ്സൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ കൊറിയറിനുള്ള ഓപ്ഷനാണ് ബെറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയറിനകത്ത് 25 പീസ് മിനിമം എടുക്കണമായിരിക്കും ഇച്ചിരി ബെറ്റർ. അപ്പോൾ ഒരു 175 രൂപ എന്നുള്ള റേറ്റാണ് വരുന്നത്. ആ റേറ്റ് കേരളത്തിൻ്റെ അകത്ത് മാത്രമാണ് കേട്ടോ. കേരളത്തിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇപ്പോഴും ബെറ്റർ ഇന്ത്യ പോസ്റ്റൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ കൊറിയറിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്. ഇന്ത്യ പോസ്റ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ഇന്ത്യയിൽ വന്ന റേറ്റാണ് ഇന്ത്യ പോസ്റ്റിന് വന്നത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ബണ്ടിലായിട്ടും ബെയിലൊക്കെ ആയിട്ട് എടുക്കേണ്ടവർ നമ്മുടെ ചോദിച്ചാൽ മതി. റേറ്റിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ. ഈ വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻസ് അല്ലാണ്ട് തന്നെ വേറെ ഡിസൈൻസ് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി. വീഡിയോയ്ക്കായിട്ട് ആരും വെയിറ്റ് ചെയ്യരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെറ്റീരിയൽസ് നമ്മൾ വീഡിയോ പോലും ചെയ്യാതെ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഐറ്റം തീരുന്നതനുസരിച്ച് നമ്മൾ അടുത്ത ബണ്ടിലാണെന്ന് കയറ്റി വയ്ക്കുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വേറെ ഡിസൈൻസ് അല്ലെങ്കിൽ കൂടുതൽ ഡിസൈൻസ് വേണമെങ്കിൽ വാട്സാപ്പിൽ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഹോൾസെയിൽ വേണ്ടവർ ഹോൾസെയിലിൻ്റെ നമ്പറിലും റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യുക. ഈ 2 നമ്പറിലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറി കോൺടാക്റ്റ് ചെയ്തത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വർക്കിലോട്ടുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയനഷ്ടം വരും. അതുകൊണ്ടാണ് നമ്മളീ പറയുന്നത്. സൺഡേയ്സ് നമ്മൾ വർക്കിംഗ് അല്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് വർക്കിംഗ് ഉള്ളൂ. സൺഡേയ്സ് വർക്കിംഗ് അല്ല. പിന്നെ ദൂരെ നിന്ന് എൻ്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പേഴ്സണൽ കാരണങ്ങളാൽ നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഇവിടെ വരെ വന്നത് വേസ്റ്റ് ആയിപ്പോവും. അതുകൊണ്ടാണ് നമ്മളൊന്ന് വിളിച്ചിട്ട് വരിക എന്ന് പറഞ്ഞത്. പിന്നെ ഫോൺ ചെയ്യുമ്പം വർക്കിംഗ് ടൈമിൽ വിളിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പ് അടച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഫോൺ ഷോപ്പിലായിരിക്കും. അതുകൊണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല. പിന്നെ മാക്സിമം കോൾസ് ഒഴിവാക്കാൻ നോക്കണം കേട്ടോ. നിങ്ങൾ എന്തുണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിലും പറയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലും ഇട്ടിട്ടുണ്ട്. എന്നാലും ചെറിയ ചെറിയ റീസൺസിന് വരെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ കോൾസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കണം എന്നുള്ളത്. പിന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് സെയിം ഡേ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പേയ്മെൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിലേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ക്യാൻസലായി പോകും. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ മെറ്റീരിയൽ മാറ്റി വയ്ക്കാറില്ല ഒരുപാട് ദിവസങ്ങളിലേക്ക്. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാച്ചിൽ ഒരു 10-30 പീസ് ഇഷ്ടപ്പെട്ടു, അത് നമ്മൾ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം.
അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പീസ് മാറ്റി വയ്ക്കണോ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ നമ്മളത് മാറ്റി വയ്ക്കുള്ളൂ. ഒരുപാട് പേര് അങ്ങനെ മാറ്റി വെച്ചിട്ട് പാഴ്സലിൻ്റെ അകത്തൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. ഒരു 150-200 പീസൊക്കെ ആകുമ്പോഴത്തേക്കും അയച്ചോളാൻ പറയും. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ പാഴ്സലിൻ്റെയൊക്കെ ഡെലിവറി ടൈം എന്ന് പറഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്സാണ് അവർ പറയുന്നത് കേരളത്തിൻ്റെ അകത്ത്. പുറത്തേക്കൊക്കെ ആണെങ്കിൽ ഒരു 1-2 ദിവസത്തിൻ്റെ ചില എക്സ്ട്രാ ഒക്കെ വരും. ബാംഗ്ലൂർ ആ സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ സമയം കൊണ്ട് ഡെലിവറി ആവാറുണ്ട്. പിന്നെ എന്നാ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ മെറ്റീരിയൽ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കുമോ, അങ്ങനെ വെച്ച് ചോദിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ ഫോട്ടോസ് കിട്ടി കഴിയുമ്പോൾ തന്നെ ഉടനെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോയതാണ് പല വീഡിയോയിലും. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മളത് പറയാതിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈ മെറ്റീരിയലിൻ്റെ പെയിൻറ്റ് പോവോ, നമുക്ക് സാധാരണ പ്രോഷ്യൻ പ്രിൻറ്റ് മതി എന്നുള്ളത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഗോൾഡിൻ്റെ പ്രിൻ്റാണ്. അപ്പോൾ അത് എല്ലാവരും എന്താ പറയുക, അത് ആണ് മാർക്കറ്റിലെ ട്രെൻഡ്. അത് എടുത്താലാണ് നിങ്ങൾക്ക് സെയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഫോളോ ചെയ്തെടുക്കാൻ നോക്കുക. ഇതും അജ്രക്കൊക്കെ ഫോളോ ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എടുക്കണോടത്തുള്ള നമ്പർ തരുമോ, അല്ല നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട്. കമൻസ് അല്ല നമ്മൾ പറയുന്നത്, കോൾസ് വരുന്നുണ്ട്. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ എടുക്കുന്നിടത്തിലെ നമ്പർ തരാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചോദിച്ചാൽ ആരും വിളിക്കരുത്. അതിപ്പോൾ കുറച്ചായി നമുക്ക് കോളുകൾ വന്നു. വെറുതെ അത് വിളിച്ച് സമയം കളയരുത് കേട്ടോ. നമ്മളിപ്പോൾ തുറന്നു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് മാത്രമാണ് അത് തുറന്നു പറയുന്നത്. ഒരു ബിസിനസ് ആകുമ്പോൾ അതിന് അതിൻ്റേതായ സീക്രസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സപ്ലയർ ഡീറ്റെയിൽസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സീക്രസിപ്പെട്ട കാര്യങ്ങളാണ്. ഒരിക്കലും അതൊന്നും ഒരാൾക്കടുത്ത് ചോദിക്കണം, മാന്യതപ്പെട്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും തുടർന്ന് ചെയ്യാതിരിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ തന്നെയാണ് വിളിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. സോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോയിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയും കൂടുതൽ കളക്ഷൻസായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.